ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഈസി ടെമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വായോ നോക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രൈമറും അതുപോലെ തന്നെ ഫൗണ്ടേഷനും പിന്നെ കൺസീലറുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാണ് പെട്ടെന്ന്. ലിപ്സ്റ്റിക്കും കോമ്പാക്ട് പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റിന് വേണ്ടത് നമുക്ക് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇവിടെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലാക്കിയിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടിപ്പോയെന്നാണ്. അപ്പോൾ കഴുത്തിലും എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. മുടി എനിക്ക് വല്ലാണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അപ്പോൾ അതങ്ങോട്ട് കെട്ടി വെച്ച് കൊടുക്കാം. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യമാണ്. ഇതുപോലെ മുടി കെട്ടി വയ്ക്കുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സോ അതിന് ശേഷം നമ്മളിവിടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. SPF 50 എന്നുള്ളത് ശ്രദ്ധിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. പുറത്തൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൈമറും രണ്ട് രീതിയിലുണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ലിക്വിഡായിട്ടുള്ളതും പിന്നെ ഒന്ന് വാട്ടർ ഫോം ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ് യൂസ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ കൂളിംഗ് ആണ് മുഖത്തിന്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ. ദെൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 സെക്ഷനിലെ മെയിൻ പാർട്ടായിട്ടുള്ള ലിപ്പാണ്. ലിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യണമെന്നില്ല. ആക്ച്വലി മേക്കപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാനില്ല. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കാണാനില്ല. അപ്പോൾ ഞാനിത് മേബിലിൻ്റെ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വെച്ചിട്ട് ബ്യൂട്ടി ബ്ലെൻഡ്സിൻ്റെയും അതുപോലെ തന്നെ മേബിലിൻ്റെയും വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെനിക്ക് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. മറ്റേതിൻ്റെ കാണാനില്ല ഗൈസ്. അപ്പോൾ ശേഷം നമ്മൾ ഫൗണ്ടേഷനാണ് ഫേസിൽ എല്ലാ ഭാഗത്തേക്കും ആക്കുക. കാരണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറേജ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയും ഒരുമാതിരി കട്ട കുത്തിയമാതിരി നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നേരെ ബ്ലെൻഡ് ചെയ്യുക, ടൈം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഡോട്ട് ഇടാൻ മറക്കരുത്, കാരണം എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള ടൈപ്പിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡേ ലൈറ്റിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൺസീലർ നമ്മളിപ്പോൾ ഇവിടെ ഹൈലൈറ്ററായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾവേസ് ബ്ലഷ് ഇടാൻ ഞാൻ കാണിച്ച് മറന്നുപോയി. പിന്നെ അതിന് ശേഷം കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കോസ്റ്റ്യൂമൊന്നും മാറാത്തതുകൊണ്ടാണ് എന്തോ ഒരു മാതിരി തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. സോ ഇതാണ് ടെമ്പിൾ ലുക്ക്. ഞാൻ ബേസിക്കലി ഇങ്ങനെ ആണ് പോകാറ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മേക്കപ്പ് ലുക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.